ഹലോ സ്റ്റുഡൻസ്, ഞാൻ അഖിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. മെഷറിങ് ഹീറ്റ് എനർജി, എങ്ങനെയാണ് നമുക്ക് ഹീറ്റ് എനർജി മെഷർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം ഹീറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഏതെങ്കിലും ഒരു ഫ്യൂവൽ, ഒരു കുറച്ച് പെട്രോളോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം വിറകോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ്, ടോട്ടൽ ഹീറ്റ് കത്തിച്ച് കഴിയുമ്പോൾ എത്ര ഹീറ്റ് കിട്ടുന്നു എന്ന് നമ്മൾ അറിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ടേ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെച്ചിട്ട് ഇത് ഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അതിൻ്റെ ഹീറ്റ് നമുക്ക് ഇതിൻ്റെ പുറത്ത് ലിക്വിഡ് ഇത് അബ്സോർബ് ചെയ്യും. ഇപ്പോൾ ഏകദേശം ഇതല്ല ഒരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു ബീക്കർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ നിറയെ നമ്മൾ ഏതെങ്കിലും ഒരു ഓയിലോ ലിക്വിഡോ, അതിനകത്ത് ഉപയോഗിക്കുന്ന ഓയിൽ ലിക്വിഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് ഉണ്ട്. അതിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്യൂവൽ കത്തിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇത് കത്തിച്ച് കിട്ടുന്ന ഹീറ്റ് മുഴുവൻ പുറത്തോട്ട് നമ്മുടെ ആ ഓയിൽ അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഹീറ്റ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റിൻ്റെ പേര് കലോറിമീറ്റർ എന്നാണ്. നമ്മൾ ഈ ഹീറ്റ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് നമ്മൾ പറഞ്ഞിരുന്നു കലോറി. അതുപോലെ ഹീറ്റ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റിൻ്റെ പേര് കലോറിമീറ്റർ എന്നാണ്. അപ്പോൾ ഈ കലോറിമീറ്ററിനകത്ത് ഉള്ളിലൊരു ചെറിയൊരു പോർഷൻ ഉണ്ട്. അവിടെ വെച്ച് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഫ്യൂവൽ നമുക്ക് കത്തിക്കാനുള്ളൊരു ചെറിയ സ്പേസ് ഉണ്ട്. അതിനുള്ള ഹീറ്റ് നമ്മുടെ പുറത്തേക്ക് വരും. ഈ പുറത്ത് ഓയിൽ ഉണ്ടാകും. ആ ഓയിൽ ഹീറ്റാകും. ഈ ഓയിൽ എല്ലായിടത്തും ഒരേപോലെ ഹീറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കുന്ന ഒരു സ്റ്റിറർ അവിടെ ഉണ്ടാവും. അപ്പോൾ ഓയിൽ എല്ലായിടത്തും ചെറിയൊരു മോഷനോടെ അതിങ്ങനെ മൂവ്മെൻറ്റ് ഉള്ളത് കാരണം എല്ലാ സ്ഥലത്തേക്കും ഈക്വൽ ഹീറ്റ് ടെമ്പറേച്ചർ വരും. അതേപോലെ തന്നെ ഈ കലോറിമീറ്ററിനും സെയിം ടെമ്പറേച്ചറിലേക്ക് തന്നെ വരും. അങ്ങനെ ഈ കലോറിമീറ്റർ അബ്സോർബ് ചെയ്ത ടെമ്പറേച്ചറും അതേപോലെ തന്നെ ഓയിൽ അബ്സോർബ് ചെയ്ത ടെമ്പറേച്ചറും രണ്ടും നമുക്ക് മെഷർ ചെയ്തിട്ട് അബ്സോർബ് ചെയ്ത ഹീറ്റ് നമുക്ക് അതിനകത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന എന്തോരം ഉണ്ടെന്ന് നമുക്ക് അതിൽ ടെമ്പറേച്ചർ നോക്കിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഹീറ്റ് മെഷർ ചെയ്യുന്ന രീതി ആണ്. അങ്ങനെയാണ് നമ്മൾ ഹീറ്റ് മെഷർ ചെയ്യുന്നത്. ഈ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റിൻ്റെ പേരാണ് കലോറിമീറ്റർ. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണം, ഹീറ്റ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് പേര് കലോറിമീറ്റർ ആണ്. അത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു കലോമീറ്റർ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ലോസ് ഓഫ് ഹീറ്റ് ബൈ സോളിഡ് ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കത്തിക്കുന്ന ലിക്വിഡ് ആയാലും സോളിഡ് ആയാലും അതിന് എന്തോരം ഹീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇപ്പോൾ ഒരു ഹീറ്റ് ഉള്ള ഒരു വസ്തുവാണ് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ കത്തിക്കല്ല, ഒരു ഓൾറെഡി ഹീറ്റഡ് ആയിട്ടുള്ളൊരു വസ്തുവാണ് ഇരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എന്തോരമാണെന്നുള്ളത് അത് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ അതിൻ്റെ പുറത്ത് നമ്മൾ വെച്ചിരിക്കുന്ന സോളിഡ് പ്ലസ് അബ്സോർബ്ഡ് ബൈ കലോറിമീറ്റർ. ആ മീറ്ററിലോ ആ കലോറി ആ ഇൻസ്ട്രുമെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ലിക്വിഡ്, അപ്പോൾ അത് രണ്ടും അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന വസ്തുവിൻ്റെ ഹീറ്റ് എന്തോരം പുറത്തേക്ക് വിടുന്നു എന്നുള്ളതിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമുക്ക് അതിനകത്ത് എന്തോരം ഹീറ്റ് അത് പുറത്തേക്ക് വിടുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് അതിന് എന്തോരം ഹീറ്റ് ഉണ്ട് എന്നൊക്കെയുള്ള രീതി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പോൾ നമ്മളിവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇപ്പോൾ പറഞ്ഞത് ഹീറ്റ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ്. ഹീറ്റ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് കലോറിമീറ്റർ. അതേപോലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് നമുക്കറിയാം തെർമോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അവിടെ നമുക്ക് ഈ ഒരു വസ്തു ഹീറ്റാകുമ്പോൾ അതിന് തന്നെ ഒരു പ്രോപ്പർട്ടി ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഹീറ്റാകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും. അതേപോലെ തന്നെ മെൽറ്റ് ചെയ്യാനുള്ള മറ്റേ ഹീറ്റ് ചൂടാക്കുമ്പോഴത്തേക്ക് അത് മെൽറ്റ് ചെയ്യുന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെ നമുക്ക് അതിൻ്റെ പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ടായിരിക്കും ആ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്നുള്ളത് ഓരോന്ന് നോക്കാം.
ഇത് നമ്മൾ ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ്. തെർമോമീറ്റർ തന്നെ അതിൻ്റെ 2-3 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. അത് അതിൻ്റെ ഓരോ സ്ഥലത്തുള്ള യൂസിനനുസരിച്ചിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഈ തെർമോമീറ്റർ ഏത് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ദേ ആർ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ലിക്വിഡ് ആൻഡ് സോളിഡ് എക്സ്പാൻഡ്സ് വെൻ ദേ ആർ സബ്ജക്റ്റഡ് ടു ഹീറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യും. ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ തെർമോമീറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് തെർമോമീറ്ററിനകത്ത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെർക്കുറി, അതുപോലെ തന്നെ ആൽക്കഹോളും തെർമോമീറ്ററിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ആണ്. ഇത് ഹീറ്റ് ഈസ് അപ്ലൈഡ് ടു ദ വോളിയം ഓഫ് ദ ലിക്വിഡ് ഇൻക്രീസസ് ആൻഡ് ലിക്വിഡ് റൈസസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോമീറ്ററിൻ്റെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പം ഒരു ചെറിയ കാപ്പിലറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെർമോമീറ്റർ കണ്ടു കാണും. ആ തെർമോമീറ്ററിനകത്ത് ഒരു ചെറിയൊരു ട്യൂബ് ഉണ്ടാവും. ആ ട്യൂബിൻ്റെ താഴെ മെർക്കുറി ഉണ്ടാവും. നമ്മളിപ്പോൾ ബോഡി ടെമ്പറേച്ചറോ എന്തെങ്കിലും അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നേരത്ത് ആ ബോളിലുള്ള മെർക്കുറിയുടെ ഹീറ്റ്, നമ്മുടെ ബോഡിയിലുള്ള ഹീറ്റ് വലിച്ചെടുത്തിട്ട് അത് എക്സ്പാൻഡ് ആവും. അപ്പോൾ ഈ എക്സ്പാൻഡ് ആകുന്ന മെർക്കുറി എന്നുള്ളത് ആ ചെറിയ ട്യൂബിലൂടെ മേളിലേക്ക് റൈസ് ചെയ്യും. അപ്പോൾ ചെറിയ ടെമ്പറേച്ചറാണ് വലിച്ചെടുക്കുന്നതെങ്കിൽ അത് കുറച്ച് എക്സ്പാൻഡ് ആവുകയുള്ളൂ. കൂടുതൽ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ എക്സ്പാൻഡ് ആവും. അതേപോലെ മേളിലേക്ക് കൂടുതൽ റൈസ് ചെയ്യും. ആ റൈസ് ചെയ്യുന്ന അളവിനനുസരിച്ചിട്ട് നമുക്ക് ആ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ പറ്റും. ഇത് ആണ് ബേസിക്കായിട്ടുള്ള തെർമോമീറ്റർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റലിൻ്റെ ഹീറ്റ് കൊടുക്കുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളൊരു പ്രോപ്പർട്ടി വെച്ചിട്ടാണിത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 രീതിയിലുള്ള മെറ്റൽ ഇത് സബ്സ്റ്റൻസ് പറയുന്നുണ്ട്. മെർക്കുറി നമുക്ക് ഉപയോഗിക്കാം, അതേപോലെ ആൽക്കഹോളും തെർമോമീറ്ററിൽ ഉപയോഗിക്കാവുന്ന സബ്സ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ ഇതറിഞ്ഞിരിക്കണം, മെർക്കുറി തെർമോമീറ്റേഴ്സ് ക്യാൻ മെഷർ അപ് ടു 300 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ വലിയ ടെമ്പറേച്ചർ ഒന്നും അളക്കാൻ തെർമോമീറ്റർ ഉപയോഗിക്കത്തില്ല, നമ്മൾ മെർക്കുറി തെർമോമീറ്റർ ഉപയോഗിക്കത്തില്ല. നമ്മളൊരു 300 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ അളക്കാനായിരിക്കും നമ്മൾ മെർക്കുറി തെർമോമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ ഈ മെർക്കുറി തെർമോമീറ്റർ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് വേറൊരു തെർമോമീറ്റർ ഉണ്ട്, ബൈമെറ്റൽ thermometer consists of metal with a different coefficient of expansion. The bimetal is twisted to spiral which curl when the temperature rises. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ഒരു 2 തെർമൽ എക്സ്പാൻഷൻ രണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മെറ്റീരിയൽ എടുക്കും. അതിനകത്ത് ഇപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ ചൂടാക്കുമ്പം എന്തോരം വികസിക്കുന്നുണ്ടോ അതുപോലെ ആയിരിക്കില്ല രണ്ടാമത്തെ മെറ്റീരിയൽ, രണ്ടിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ആ 2 മെറ്റീരിയൽ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടാവും, അത് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, അത് നമ്മൾ ചുറ്റി വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ 2 എക്സ്പാൻഷൻ്റെ രീതി വ്യത്യാസം കൊണ്ട് ഇത് നേരെയാകാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ശ്രമിക്കാൻ നേരത്ത് അതിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ എത്ര ടെമ്പറേച്ചർ അവിടെ ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ ലിക്വിഡ് തെർമോമീറ്റർ ആണ്, നമ്മുടെ മെർക്കുറി തെർമോമീറ്റർ ഒക്കെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതാണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ബൈമെറ്റാലിക് തെർമോമീറ്റർ. ഇവിടെ കൊടുത്തിരിക്കുന്ന ബൈമെറ്റാലിക് സ്പ്രിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനോട് തന്നെ ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡയലുണ്ട്. അപ്പോൾ അതെന്തോരം കേൾ ചെയ്യുന്നുണ്ടെന്നനുസരിച്ചിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതാണ്. ഇത്തിരി കൂടെ കൂടുതൽ ടെമ്പറേച്ചറൊക്കെ നമുക്ക് അളക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പൈറോമീറ്റർ. Thermoelectric pyrometer is based on the principle that a soldering point between wire of different metals, when heated, a contact voltage is generated. The voltage depends upon temperature difference between hot measuring point and cold end of the wire. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ഒരു തെർമോകപ്പിൾ എന്നൊക്കെ പറയാം, നമ്മളിപ്പോൾ 2 മെറ്റൽസ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ജംഗ്ഷനിൽ നമ്മൾ ഹീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു
EMF പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു പ്രിൻസിപ്പിളുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹീറ്റുള്ള സ്ഥലത്ത് ഒരു പോയിന്റ് വയ്ക്കും, അടുത്ത സ്ഥലം കോൾഡുള്ള പോർഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഹീറ്റ് ഡിഫറൻസ് കാരണം അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ വോൾട്ടേജും കൂടുതൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും, കുറച്ചാണെന്നുണ്ടെങ്കിൽ ചെറിയ വോൾട്ടേജ്. അപ്പോൾ ഈ വോൾട്ടേജ് മെഷർ ചെയ്തിട്ടാണ് ഇവിടെ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ തെർമോകപ്പിളിന് കോപ്പറും കോൺസ്റ്റാൻറ്റും, ഇത് രണ്ടും കോപ്പറും കോൺസ്റ്റാൻറ്റും കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന തെർമോകപ്പിൾ വെച്ച് നമുക്ക് 600 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. അപ്പോൾ പൈറോമീറ്റർ എന്നുള്ളത് കുറച്ചുകൂടെ വലിയ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് തെർമോകപ്പിളിൻ്റെ എഫക്റ്റ് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ തെർമോകപ്പിൾ വെച്ചിട്ടായിരിക്കും നമ്മളവിടെ മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന മെറ്റൽ കോപ്പറും കോൺസ്റ്റാൻറ്റും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 600 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് അളക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്ലാറ്റിനം റോഡിയം ആണെന്നുണ്ടെങ്കിൽ 1600 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്കവിടെ മെഷർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രിൻസിപ്പിൾ താണ്ട ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇതാണ് ജംഗ്ഷൻ. നമ്മൾ ഈ പോയിന്റിലാണ് ഹീറ്റ് വരുന്നത്. ആ ഹീറ്റ് കൊടുക്കുന്നത് കാരണം അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ഇവിടെ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്ത് എത്ര ടെമ്പറേച്ചർ ഉണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു തെർമോകപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പൈറോമീറ്ററാണ്. നമുക്ക് ഇപ്പോൾ പറഞ്ഞതിൽ 1600 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് കുറച്ചുകൂടി ടെമ്പറേച്ചർ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3000 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൈറോമീറ്ററിനാണ് റേഡിയേഷൻ പൈറോമീറ്റർ എന്ന് പറയുന്നത്. അതാണ് റേഡിയേഷൻ പൈറോമീറ്റർ. ഇതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് റേഡിയേഷൻ പൈറോമീറ്ററിൽ 3000 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് അളക്കാൻ പറ്റും. റേഡിയേഷൻ പൈറോമീറ്റേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ ഓഫ് റെഡ് ഹോട്ട് മെറ്റൽസ് അപ് ടു 3000 ഡിഗ്രി സെൽഷ്യസ്. These concentrate thermal rays through an optical lens focus them on thermo elements. The scale of ammeter is calibrated ഡിഗ്രി സെൽഷ്യസ് ഓർ കെൽവിൻ. ഇത് വേറൊന്നുമല്ല, നമ്മൾ ഇവിടെ നേരിട്ട് ഇത് ഹീറ്റിംഗ് എലമെൻറ്റുമായിട്ട് ടച്ച് വരുന്നില്ല. ഇപ്പോൾ എവിടെയെങ്കിലും നല്ല ടെമ്പറേച്ചർ ഉണ്ടെന്ന് വിചാരിക്കാം, അവിടെ നിന്നുള്ള തെർമൽ റേസ്, അത് ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻ്റ്, അതിനകത്ത് ഒരു ലെൻസ് ഉണ്ടാകും. ആ ലെൻസ് വഴി ഫോക്കസ് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്നുള്ള തെർമൽ റേസ് ഈ ലെൻസിലേക്ക് വരികയും, ഇപ്പോൾ ഈ പോയിന്റിലാണ് നമ്മൾ അളക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള റേസ് ഇതാണ്ട് ഈ ലെൻസിലേക്ക് വരികയും ഈ ലെൻസിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് നമ്മൾ ആ റേസിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ തെർമോകപ്പിൾ ഉണ്ടാകും. ആ തെർമോകപ്പിൾ ആ ഹീറ്റ് എത്രയുണ്ടെന്നുള്ളത് വോൾട്ടേജായിട്ട് ചേഞ്ച് ചെയ്യും. നമുക്ക് അവിടുന്ന് കറണ്ടായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. അത് നമുക്ക് മെഷർ ചെയ്തിട്ടാണ്, അതാണ്ട് ഇവിടെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അത് മെഷർ ചെയ്തിട്ടായിരിക്കും ടെമ്പറേച്ചർ അളക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് 3000 ഡിഗ്രി സെൽഷ്യസിലൊക്കെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻറ്റിന് കേടുവരാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് നേരിട്ട് അതുമായിട്ട് ടച്ച് വരുന്നില്ല. ഒരു ലെൻസ് ഉപയോഗിച്ച് അവിടുത്തെ റേസ് പാസ് ചെയ്ത് അത് ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് അത് നേരെ എന്ത് ചെയ്യും, തെർമോകപ്പിളിൽ കൊണ്ടുവന്ന് അവിടുത്തെ ടെമ്പറേച്ചറാണ് അളക്കുന്നത്. അപ്പോൾ അതിന് പ്രൊപ്പോർഷണലായിട്ട് എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയേഷൻ പൈറോമീറ്ററാണ് 3000 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓക്കെ, നമ്മൾ ഇനി അറിയേണ്ടത്, നമ്മൾ ഇപ്പോൾ ഹീറ്റ് എനർജീനെ പറ്റിയാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ഹീറ്റ് എനർജി നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന 3 രീതിയുണ്ട്. അതിനാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ആൻഡ് ഈസ് ക്യാപ്പബിൾ ഓഫ് ഡൂയിങ് വർക്ക്. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജി ആണെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ഈ ഹീറ്റ് എനർജി കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹോട്ട് ബോഡി ടു കോൾഡർ ബോഡി. ചൂട് കൂടുതലുള്ള വസ്തുവിൽ നിന്ന് ചൂട് കുറവുള്ള വസ്തുവിലേക്കായിരിക്കും ഇത് സഞ്ചരിക്കുന്നത്. ഫ്രം എ പോയിന്റ് ഓഫ് ഹയർ ടെമ്പറേച്ചർ ടു പോയിന്റ് ഓഫ് ലോ ടെമ്പറേച്ചർ.
ടെമ്പറേച്ചർ കൂടുതൽ എവിടെയാണോ അവിടെ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും ഹീറ്റ് പാസ് ചെയ്യുന്നത്. The greater is the temperature difference, more rapidly will be the heat flow. Heat is transmitted in 3 ways. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്നൊരു ഹീറ്റ് ഫ്ലോ ഉണ്ടാവും, കുറവാണെന്നുണ്ടെങ്കിൽ പതുക്കെ ആയിരിക്കും അവിടെ ഹീറ്റ് ഫ്ലോ ഉണ്ടാകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു സ്ഥലത്തു നിന്ന് അടുത്തടുത്തേക്ക് പോകുന്നത് 3 രീതിയിലാണ്. അതാണ് ബൈ കണ്ടക്ഷൻ, ബൈ കൺവെക്ഷൻ, ബൈ റേഡിയേഷൻ. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന 3 രീതിയാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഒന്നാമത്തെ കണ്ടക്ഷൻ എന്താണെന്ന് നോക്കാം. കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ഈസ് ദ നെയിം ഗിവൺ ടു ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എനർജി ബൈ കോണ്ടാക്ട്. ഒരു കോണ്ടാക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കോണ്ടാക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടക്ഷൻ വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെറ്റൽസ്, ഇപ്പോൾ 2 മെറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടും തമ്മിൽ നേരിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകും. ഇപ്പോൾ ഒരു അടുപ്പിൽ ഭക്ഷണം പാചകം ചെയ്യുന്നു, നമ്മളൊരു സ്പൂൺ എടുത്ത് അതിലിടുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഹീറ്റ് സ്പൂണിലേക്ക് വരും. ആ സ്പൂണിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് കൊള്ളത്തില്ല, ഓരോ മെറ്റലിലൂടെ പാസ് ചെയ്ത് അവസാനം നമ്മുടെ കയ്യിലേക്ക് ആ ചൂട് എത്തും. അപ്പം ആ സ്പൂണിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിക്ക് നമുക്ക് കണ്ടക്ഷൻ എന്ന് പറയാം. അടുത്തത് കൺവെക്ഷനാണ്. ഓക്കെ, കൺവെക്ഷൻ ഈസ് ദ നെയിം ഗിവൺ ടു ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എനർജി ബൈ അപ്വേർഡ് ഫ്ലോ. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അത് കോണ്ടാക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ മെറ്റൽ അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസ് ആണ് അത് തമ്മിൽ അതിന് കോണ്ടാക്റ്റ് ഉണ്ടാകണം. കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹീറ്റായിട്ടുള്ള മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ് അവിടെ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്, ഹീറ്റ് ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. വെൻ ഹീറ്റഡ് ദ ഫ്ലൂയിഡ്, liquid or gas, become less dense and because of its mobility it is displaced upward by a smaller but colder more dense fluid. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെള്ളം ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹീറ്റ് കൂടുമ്പോഴത്തേക്കും അതിൻ്റെ ഡെൻസിറ്റി കുറയും. ഈ ഡെൻസിറ്റി കുറയുമ്പോഴത്തേക്കും ഇത് മുകളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി വരും. നിങ്ങൾ ഭക്ഷണമൊക്കെ ഈ വെള്ളമൊക്കെ ചൂടാക്കുമ്പോൾ കണ്ടില്ലേ, വെള്ളം അവിടെ ചുമ്മാ ചൂടായി കഴിയുമ്പോഴത്തേക്കും വെള്ളം എങ്ങനെയാണ് താഴെ നിന്നുള്ള വെള്ളം നമ്മുടെ മേളിലേക്ക് വരും, വീണ്ടും താഴെയുള്ളത് വന്നുകൊണ്ടിരിക്കും. ആ വെള്ളം മുഴുവൻ നല്ല മൂവ്മെൻറ്റിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ചൂട് കൂടിയിരിക്കുന്ന മോളിക്യൂളിന് ഡെൻസിറ്റി കുറയും, അത് നേരെ അപ്വേർഡ് സഞ്ചരിക്കും. അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകും. ആ രീതിക്കാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെറ്റൽ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല, ആ മോളിക്യൂൾ തന്നെ മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് അതിനെ കൺവെക്ഷൻ എന്ന് പറയും. മൂവ്മെൻ്റ് ഇല്ലാതെ മെറ്റൽസ് തമ്മിലുള്ള കോണ്ടാക്റ്റ് കൊണ്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടക്ഷൻ എന്നാണ് പറയുന്നത്. അടുത്തത് റേഡിയേഷനാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന അടുത്ത രീതിയാണ് റേഡിയേഷൻ എന്നുള്ളത്. ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള ചൂട് നമ്മുടെ ഭൂമിയിലെത്തുന്നുണ്ട്. അതിന് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ഒരു കണ്ടക്ഷനായാലും കൺവെക്ഷനായാലും അതുപോലെയല്ല സംഭവിക്കുന്നത്. യാതൊരു മീഡിയത്തിൻ്റെ ആവശ്യമില്ലാതെ അത് നേരിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടായിരിക്കും ഈ ഹീറ്റ് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഹീറ്റ് ഈസ് റേഡിയേറ്റഡ് ഓർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഓബ്ജക്റ്റ് ടു ദ അതർ ഇൻ സ്പേസ് വിത്തൗട്ട് ആക്ച്വലി ബീയിങ് ഇൻ കോണ്ടാക്റ്റ്. ഇപ്പം കണ്ടക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ മെറ്റൽ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തില്ല, കണ്ടക്ഷൻ എന്നുള്ള രീതി നടക്കത്തില്ല. അപ്പോൾ അവിടെ ഒരു മീഡിയത്തിൻ്റെ സ്പേസിലൂടെ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, അവിടെ സ്പേസിലൂടെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേസ് നമുക്ക് മിറർ ഉപയോഗിച്ച് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ ലെൻസിൽ റിഫ്രാക്റ്റഡ് ആവും, അങ്ങനെയുള്ള പ്രോപ്പർട്ടിയൊക്കെ ഇതിനുണ്ടാവും. The radiation is
ഇവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കുക. ഇറ്റ് റിക്വയർസ് നോ മീഡിയം ടു ക്യാരി ദ റേഡിയേഷൻ എന്ന് വെച്ചാൽ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അടുത്തത് എക്സ്പാൻഷൻ ഡ്യൂ ടു ഹീറ്റ്. നമ്മുടെ സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും എല്ലാ മെറ്റലും ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ചില സോളുകളിൽ എക്സ്പാൻഷൻ തീരെ കുറഞ്ഞൊക്കെ ഇരിക്കും, പക്ഷേ ഒട്ടുമിക്ക മെറ്റീരിയലും എക്സ്പാൻഷൻ ഉണ്ട്. അപ്പോൾ എക്സ്പാൻഷൻ കൂടുതലുള്ളത് ഗ്യാസിലായിരിക്കും, ഗേഷ്യസ് സ്റ്റേജിലുള്ള വസ്തുവിലായിരിക്കും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നത്. അതിനേക്കാളും തൊട്ട് കുറവായിരിക്കും ലിക്വിഡ് സ്റ്റേറ്റിലുള്ളത്, അതിലും കുറവായിരിക്കും സോളിഡ് സ്റ്റേറ്റിലുള്ള എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വാട്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വെള്ളത്തിൽ 0 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ നമ്മൾ ചൂടാക്കുകയാണ്. നമ്മളിപ്പോൾ 0 ഡിഗ്രി ഇരിക്കുന്ന ഐസ് അത് വെള്ളമായിട്ടുണ്ട്. 0 ഡിഗ്രിയിൽ നമ്മൾ ചൂടാക്കുമ്പോൾ 4 ഡിഗ്രി വരെ ഇതിന് എക്സ്പാൻഷൻ അല്ല ഉണ്ടാകുന്നത്, അതിൻ്റെ ഒരു കോൺട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ വരുന്നില്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതിൽ ചുരുങ്ങുകയാണ്, വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. ഈ 4 ഡിഗ്രി സെൽഷ്യസിന് മേളിലോട്ടാണ് ചൂടാക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. അതിനെ വാട്ടറിൻ്റെ അബ്നോർമാലിറ്റി എന്നൊക്കെ പറയും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ വാട്ടറിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയത്തില്ല, അതിൻ്റെ എപ്പോഴും 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറാണ് നമ്മളെപ്പോഴും റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഈ വാട്ടറിൻ്റെ ഈ അബ്നോർമാലിറ്റി പ്രോപ്പർട്ടി കാരണമാണ്. അപ്പോൾ 0 to 4 ഡിഗ്രി അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നില്ല, റിഡക്ഷനാണ് അവിടെ സംഭവിക്കുന്നത്. 4 ഡിഗ്രിക്ക് ശേഷമാണ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ നമ്മൾ എപ്പോഴും റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഈ എക്സ്പാൻഷനെ പറ്റി പറയാൻ നേരത്ത് നമ്മൾ 2-3 തരത്തിലുള്ള എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്, ഹീറ്റ് കൊടുക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ലെങ്ത് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനാ? ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു വസ്തു ഉണ്ട്, അതിന് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഏരിയയാണ് കൂടുന്നുണ്ടെങ്കിൽ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു. ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വോളിയം ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത്, അതിനെ നമുക്ക് ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയാം. ഇത് കണ്ടുപിടിക്കുന്ന കുറച്ച് ഇക്വേഷൻ ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഒന്നാമത് ലീനിയർ എക്സ്പാൻഷൻ നോക്കാം. When a solid is heated, its length increases. This is called linear expansion. It depends upon the metal original length and change in temperature. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഹീറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അതിന് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ലെങ്ത് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ മെറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്തോരം ഇൻക്രീസ് ചെയ്യുന്നുള്ളത് അതിൻ്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് എത്രയുണ്ട്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് പെർ യൂണിറ്റ് ഒറിജിനൽ ലെങ്ത് പെർ ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ലെങ്തിൽ ഒരു സബ്സ്റ്റൻസ് എടുക്കുന്ന, അതിൻ്റെ ഒരു വസ്തു എടുക്കുന്ന, അതിൻ്റെ എല്ലാ ഫുൾ ലെങ്ത് അല്ല എടുക്കുന്ന, ഒരു യൂണിറ്റ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ, അങ്ങനെ നമ്മൾ യൂണിറ്റായിട്ട് എടുക്കുമല്ല. 1 സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. 1 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ അതാണ് ഒരു യൂണിറ്റ് ലെങ്ത് എന്ന് പറയും. 1 mm നമ്മൾ യൂണിറ്റായിട്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളത് എടുക്കുന്നതാണ്. അപ്പോൾ ഒരു യൂണിറ്റ് ലെങ്ത് മെറ്റൽ എടുക്കുന്നു, അതിന് പെർ യൂണിറ്റ് ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ഡിഗ്രി നമ്മൾ യൂണിറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് വരാൻ നേരത്ത് അത് എന്തോരം ചേഞ്ച് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കണം. അതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഇക്വേഷൻ നോക്കുന്നതിന് മുമ്പായിട്ട് 2-3 കാര്യം അറിയണം. നമ്മൾ ഫസ്റ്റ് ഈ വസ്തുവിൻ്റെ ടെമ്പറേച്ചർ എന്നുള്ളത് T1 ഡിഗ്രി സെൽഷ്യസ് ആണെന്നിരിക്കട്ടെ. T1 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് വിചാരിക്കട്ടെ. ആ സമയത്തുള്ള ലെങ്തിനെ നമ്മൾ L1 എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഇവിടെ T1 ഡിഗ്രി സെൽഷ്യസ് എന്നും ഇവിടെ കൊടുത്തിരിക്കുന്നത് L1 എന്നുമാണ്. L1 എന്നുള്ളത് ലെങ്താണ്, T1 എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിലുള്ള ടെമ്പറേച്ചറാണ്. അതേപോലെ ലെങ്ത് ഓഫ് ദ സോളിഡ് അറ്റ് T2 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അതിൻ്റെ ഫൈനൽ സ്റ്റേജ്
T2 എന്നുള്ള ടെമ്പറേച്ചറിലേക്ക് വരുന്നു. അത്രയും ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ ലെങ്ത് L2യിലേക്ക് മാറുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടെമ്പറേച്ചർ വ്യത്യാസം വന്നു. ഇപ്പോൾ 5 ഡിഗ്രി ഇരിക്കുന്ന സാധനം 10 ഡിഗ്രി ആയാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 10 - 5 എന്നുള്ളത് 5 ഡിഗ്രി എന്നുള്ളത്. അപ്പം T2 - T1 = T എന്നുള്ളതാണ് അവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതേപോലെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ ലെങ്ത് കൊണ്ട് ഇനിഷ്യൽ ലെങ്തിന് L1 എന്ന് പറയും. അതേപോലെ ഫൈനൽ ലെങ്ത് ആണ് L2. ആ L2ൽ നിന്ന് L1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം ലെങ്ത് കൂടി എന്നുള്ളത് മനസ്സിലാവും. നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആൽഫ = ചേഞ്ച് ഇൻ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ലെങ്ത് വ്യത്യാസം വന്നു ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് എന്നുള്ളതാണ്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഈ ചേഞ്ച് ഇൻ ലെങ്ത് ചെയ്യുന്നത് ഇപ്പം 4 സെൻറ്റിമീറ്റർ ലെങ്ത് കൂടിയെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് ഒരു 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. ഇവിടെ 4/10 ചെയ്യണത് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു യൂണിറ്റ് ലെങ്തിൽ എത്ര ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0.4 എന്ന് കിട്ടും. ആ 0.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ആയിരുന്നു ഇതിൻ്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ലെങ്ത് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ലെങ്ത് ഡിഫറൻസ് നമുക്ക് ഫൈനൽ ലെങ്ത് മൈനസ് ഇനിഷ്യൽ ലെങ്ത് എന്ന് വരുന്നത് 0.4 ആയിരിക്കും. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ചേഞ്ച് ഇൻ ലെങ്തിനെ ഒറിജിനൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4/10 എന്ന് പറയുമ്പോൾ 0.4. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ബൈ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസിൽ ഇപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 1 വരും. പക്ഷേ അവിടെ കൂടുതൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ 2 ഡിഗ്രി 3 ഡിഗ്രി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 3 ഡിഗ്രി കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ L2 - L1 ഡിവൈഡഡ് ബൈ L1 ഇൻറ്റു T2 - T1. ഇത് ഉദ്ദേശിക്കുന്നത് ഒരു യൂണിറ്റ് ലെങ്തിൽ യൂണിറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ എത്ര ലെങ്ത് ഡിഫറൻസ് ഉണ്ടാകും എന്ന് പറയുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്നുള്ളത്. ഇവിടെ താഴെ നമുക്ക് ഈ T2 - T1 നമുക്ക് T എന്ന് എഴുതുവാണെങ്കിൽ ഇക്വേഷൻ L2 - L1 ഡിവൈഡഡ് ബൈ L1 ഇൻറ്റു T എന്നുള്ള രീതിയിൽ വരും. കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ = ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്, ബേസിക് ഇക്വേഷനാണ്. സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ലെങ്ത് മാത്രമല്ല, ലെങ്തിനല്ല വ്യത്യാസം വരുന്നത്, ഇവിടെ ഏരിയയ്ക്കാണ് വ്യത്യാസം വരുന്നത്. അപ്പം അതിനെ ബീറ്റ വെച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല. നമ്മൾ ലീനിയർ എക്സ്പാൻഷൻ നമ്മൾ ആൽഫ വെച്ചിട്ടാണ് പറയുന്നത്. ലീനിയർ എക്സ്പാൻഷൻ നമ്മൾ ആൽഫ വെച്ചാണ് പറയുന്നത്. ആ ആൽഫ ഇൻറ്റു 2 ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലെങ്ത് അല്ല കൂടുന്നത്, ഏരിയ ആണ് കൂടുന്നത്. അപ്പോൾ 2 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷൻ. അതേപോലെ തന്നെ ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷൻ എന്നാണ് പറയുന്നത്. അതേപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഗാമ വെച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ആ 3 ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോരം ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കണം എന്നുള്ളൊരു കാൽക്കുലേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു ഇരിക്കുന്ന അതിപ്പോൾ 5 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക, നമുക്കതിനെ 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ എത്ര ഹീറ്റ് കൊടുക്കണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കാം. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് നീഡഡ് ഫോർ ഹീറ്റിംഗ്, ഇത് 1 കിലോഗ്രാം അല്ല 1 ഗ്രാം ആയിരിക്കും.
ഇത് ഗ്രാമാണ്. 1 gram ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 degree സെൽഷ്യസ് ഈസ് ഈക്വൽ ടു ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് സബ്സ്റ്റൻസ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. 1 gram സബ്സ്റ്റൻസിനെ 1 degree സെൽഷ്യസ് ഹീറ്റ് ചെയ്യാൻ വേണ്ടി, 1 degree സെൽഷ്യസിലേക്ക് കൂട്ടാൻ വേണ്ടി നമ്മൾ എത്ര ഹീറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു മാസ് m ഗ്രാമാണെന്ന് വിചാരിച്ചു. ഇവിടെ ഗ്രാമാണ്. ഒരു നിശ്ചിത മാസ് തന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചായ തിളപ്പിക്കാമെന്ന് വിചാരിക്കുക. കുറച്ച് വെള്ളമുണ്ട്. വെള്ളം ഇപ്പം അതിൻ്റെ മാസ് നമുക്കറിയാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 degree സെൽഷ്യസിലേക്കല്ലേ അത് തിളപ്പിക്കാൻ വേണ്ടത്. അതിന് എത്ര ഹീറ്റ് നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു കാൽക്കുലേഷൻ നമ്മളിവിടെ ചെയ്യുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഒരു മാസുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് അറിഞ്ഞിരിക്കണം. സ്പെസിഫിക് ഹീറ്റിനെ എസ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 degree സെൽഷ്യസ് അതിന് 1 ഗ്രാമിൻ്റെ, അതിൻ്റെ യൂണിറ്റ് മാസമായിട്ടുള്ള 1 ഗ്രാമിൻ്റെ 1 degree സെൽഷ്യസിലേക്ക് അതിനെ ഉയർത്താൻ വേണ്ടിയിട്ട് എത്ര ഹീറ്റ് വേണമെന്നുള്ളത്, അതിനാണ് എസ്. അതേ ഇൻറ്റു മാസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്രയും മാസിന് 1 degree സെൽഷ്യസിലേക്ക് കൂട്ടാൻ എത്ര ഹീറ്റ് വേണമെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ അതിപ്പോൾ എത്ര ടെമ്പറേച്ചറിലാണ് നിൽക്കണമെന്ന് വിചാരിക്കുമ്പോൾ നോക്കുക. 100 degree, ഇപ്പം 30 ഡിഗ്രിയിലാണ് അത് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്കതിനെ 100 degree സെൽഷ്യസിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ 100 തിരിച്ച് 100 - 30 ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 70 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റിൽ എത്ര ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നത്, നമുക്ക് എത്ര ടെമ്പറേച്ചറിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ 100 ഇപ്പോൾ 30 ഡിഗ്രി ഇരിക്കുന്ന വെള്ളമാണ് നമ്മൾ എടുക്കണമെങ്കിൽ 100 - 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആ ഡെൽറ്റ ടിയുടെ അവിടെ 70 എന്നാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ അതിനെ ക്യൂ എന്ന് പറയും. ടോട്ടൽ ഹീറ്റാണ്. ആ ഹീറ്റ് എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ m × s × ഡെൽറ്റ ടി ആണ്. ഇത് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് തിളക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹീറ്റ് അതിന് വേണ്ട, കുറച്ച് ഹീറ്റ് മതി. നമ്മൾ ആ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിലോ കുറച്ചൊരു ടൈം വേണ്ടി വരും. കൂടുതൽ ഗ്ലാസ് വെക്കുന്നതനുസരിച്ച് കൂടുതൽ ടൈം വേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഹീറ്റ് അവിടെ വേണ്ടി വരും. അതാണ് അവിടെ മാസ് വരുമ്പോഴത്തേക്കും അത് കൂടുതൽ ഹീറ്റ് വേണ്ടി വരും. അതേപോലെ തന്നെ ടെമ്പറേച്ചർ നമുക്ക് നോക്കി, കുറച്ച് ടെമ്പറേച്ചർ മതിയെങ്കിൽ പെട്ടെന്ന് താകത്തില്ലേ. പക്ഷെ കൂടുതൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുന്നതനുസരിച്ചിട്ട് കൂടുതൽ നേരം നമ്മളതിനെ ചൂടാക്കേണ്ടി വരും. ഓക്കെ, ഇത് മിക്സിങ്. നമ്മളിപ്പം 2 ടെമ്പറേച്ചറുള്ള വസ്തുക്കളെ മിക്സ് ചെയ്യുമ്പം അതെങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം അത് എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. അതിൻ്റെ ഇപ്പം ഞാൻ പറയാം, ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ നല്ല ചൂടുവെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. അതേപോലെ തൊട്ടടുത്തത് ഒരു വലിയ പാത്രത്തിൽ തണുത്ത വെള്ളം ഇരിക്കുമെന്ന് വിചാരിക്കുക. ഈ കുറച്ച് ചൂടുവെള്ളം അതിലൊഴിച്ചിട്ട് കാര്യമുണ്ട്. വലിയ ടെമ്പറേച്ചർ വ്യത്യാസം വരുമോ? ചെറുതായിട്ട് ആ വലിയ വെള്ളത്തിലൊരു ചെറുതായിട്ടൊരു ടെമ്പറേച്ചർ കൂടുകയുള്ളൂ. പക്ഷേ അതേ സമയത്ത് നമ്മുടെ ഒരു ഗ്ലാസ്സിൽ നല്ല ചൂടുവെള്ളമുണ്ട്, തൊട്ടിപ്പുറം ഇരിക്കുന്നത് വലിയ പാത്രമല്ല ചെറിയ പാത്രത്തിലുള്ള വെള്ളമാണെന്ന് വിചാരിക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഒരു ചൂടുവെള്ളത്തിനോട് കുറച്ച് കുറയും. അതേപോലെ തീരെ കുറഞ്ഞിരിക്കുന്ന ആ ഗ്ലാസ്സിലുള്ള ടെമ്പറേച്ചർ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടാകുകയും ചെയ്യും. അപ്പോൾ ഇതിന് നമ്മൾ മിക്സ് ചെയ്യുമ്പം ഒരു 2 ടെമ്പറേച്ചർ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇന്ന ടെമ്പറേച്ചർ വരുന്നു എന്നുള്ളത് നേരിട്ട് ആ ടെമ്പറേച്ചർ വെച്ച് മാത്രം പറയാൻ പറ്റത്തില്ല. അതിൽ എന്തോരം അതിൻ്റെ മാസ് കൂടെ കമ്പയർ ചെയ്ത് വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. വെൻ there is exchange of temperature, there is an exchange in amount of heat. The hotter body involves with the colder substance. The heat transfer takes place from hotter substance to the colder substance until the mixture of both substance acquire the same temperature. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ചൂടുള്ള വസ്തു അതേപോലെ തണുത്ത വസ്തു രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഒരേപോലെയാകും. ഇവിടെ ഹീറ്റ് കൂടുതലുള്ള ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് കൂടുതലുണ്ടെന്ന് കുറവുള്ളിടത്തേക്കായിരിക്കും ഇത് പോകുന്നത്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ 2 വസ്തുക്കളിരിക്കുന്നത്, അതിന് ഒന്നിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെടും, രണ്ടാമത്തേൽ നിന്ന് ഹീറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെടുന്നത് എത്രയാണോ അത്രയും തന്നെയായിരിക്കും അടുത്ത സബ്സ്റ്റൻസിൽ ഹീറ്റ് കിട്ടുന്നത്.
സബ്സ്റ്റൻസ്. ഇതിലൊരു ഇക്വേഷൻ നോക്കാം. ഈ M1 എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ വസ്തുവിൻ്റെ മാസാണ്. അതേപോലെ S1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക് ഹീറ്റാണ്. T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചറാണ്. M1 S1 ഇൻറ്റു T1 പ്ലസ് M2 രണ്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. M2 S2 ഇൻറ്റു T2 സീക്വൽ ടു M1 S1 പ്ലസ് M2 S2 ഇൻറ്റു TM. ഇവിടെ TM എന്നുള്ളത് ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷമുള്ള ടെമ്പറേച്ചറാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് TM കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് M1 S1 അറിയാമെന്നുണ്ടെങ്കിൽ TM ഇവിടെ നിർത്തി ഇത്രയും പോർഷൻ നമ്മുടെ സമത്തിൻ്റെ ഇപ്പുറം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അടുത്തത് തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഈ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ തടുത്ത് നിർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിക്കാത്ത വസ്തുക്കളാണ് അതിൻ്റെ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ദ മെറ്റൽ വിച്ച് റെസ്ട്രിക്റ്റ് ഹീറ്റ് ഫ്ലോ ഈസ് കാൾഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് അത് നമ്മൾ തടുക്കും. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ലോ കണ്ടക്ടിവിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ഷൻ എന്നുള്ളത് കുറവായിരിക്കണം, റെസിസ്റ്റൻസ് ടു ഫയർ ആയിരിക്കണം, ലെസ് മോയ്സ്ചർ അബ്സോർപ്ഷൻ, ഗുഡ് റിജിഡിറ്റി. ഇതെല്ലാം എന്താണ് ഒരു നല്ല ഇൻസുലേറ്ററിന് വേണ്ട പ്രോപ്പർട്ടീസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ഇൻസുലേറ്റർ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ എടുക്കണം. ലോ തെർമൽ കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസ് ടു ഫയർ, മെക്കാനിക്കൽ നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നത് കുറഞ്ഞത് വേണം, കോസ്റ്റ് കുറഞ്ഞിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ലോ കോസ്റ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും ഒരു നല്ല ഇൻസുലേറ്റർ തിരഞ്ഞെടുക്കാൻ നേരത്ത്. ഇവിടെ 2-3 ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് പറയുകയാണ്. ഗ്ലാസ് വൂൾ, അതേപോലെ കോർക്ക്, തെർമോക്കോള്, ഇതെല്ലാം നമ്മുടെ പലതരത്തിലുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇനി നമ്മുടെ അടുത്ത പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഓഫ് പ്രഷറാണ്. പ്രഷർ എന്താണെന്ന് നന്നായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പ്രഷറിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ഫിസിക്കൽ ഫോഴ്സ്, ഫോഴ്സ് എക്സേർട്ടഡ് ഓർ എഗെയിൻസ്റ്റ് ആൻ ഒബ്ജക്റ്റ് ബൈ സംതിങ് ഇൻ കോണ്ടാക്ട് വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബലൂണിനകത്ത് നമ്മൾ എയർ നിറക്കുകയാണ്. ആ എയർ അതിൻ്റെ ബലൂണിൻ്റെ സൈഡുകളിൽ ഒരു ഫോഴ്സ് നിരന്തരമായിട്ട് ചലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ബലൂണ് ആ ഷേപ്പിൽ അവിടെ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് അതിൻ്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഫോഴ്സസ് അല്ലെ പ്രഷർ ഈക്വൽ ടു ഒരു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്ര ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അളവിനാണ് നമ്മൾ ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ഫോഴ്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പ്രഷർ ഈസ് ആൻ expression of force exerted on surface per unit area. The force applied is perpendicular to the surface of object per unit area. ഒരു യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത്, അല്ലെങ്കിൽ 1 മീറ്റർ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയ, ഫുൾ ഏരിയ അല്ല, ഒരു ചെറിയ യൂണിറ്റ് ഏരിയ എടുത്തിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന എത്ര പ്രഷറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അളവ്. നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഈ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻ പറഞ്ഞു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ അതിന് നമ്മൾ SI സിസ്റ്റത്തിൽ നമ്മൾ പറയുന്ന യൂണിറ്റ് എന്നുള്ളത് പാസ്കൽ എന്നാണ്. പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ. ഇപ്പോൾ P ഈക്വൽ ടു ഫോഴ്സ്
ബൈ ഏരിയയാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്നുള്ളത് ന്യൂട്ടൺ ആണ്, ഏരിയയുടേത് മീറ്റർ സ്ക്വയർ ആണ്. ഈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ പാസ്കൽ എന്ന് വിളിക്കുന്നത്. 1 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഈക്വൽ ടു 1 പാസ്കൽ. പക്ഷേ നമ്മൾ കൂടുതലും ഈ പാസ്കൽ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്, നമ്മൾ എപ്പോഴും ഇത്തിരി വലിയ ക്വാണ്ടിറ്റിയിലായിരിക്കും ഈ പ്രഷർ വരുന്നത്. അപ്പോൾ നമ്മളതിനെ ബാർ എന്നായിരിക്കും വിളിക്കുന്നത്. 1 ബാർ എന്നുള്ളത് 10⁵5 പാസ്കലാണ്, അല്ലെങ്കിൽ 10⁵5 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ പ്രഷറിൻ്റെ യൂണിറ്റ് പറയാൻ നേരത്ത് നമ്മൾ പറയേണ്ടത് SI സിസ്റ്റത്തിൽ പാസ്കലാണ്. 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 10⁵5 ബാറാണ്. നമ്മൾ എപ്പോഴും കൂടുതലും ബാറിലായിരിക്കും പ്രഷർ പറയുക. അതേപോലെ തന്നെ FPS സിസ്റ്റത്തിൽ പ്രഷർ പെർ സ്ക്വയർ ഇഞ്ചാണ് PSI എന്ന് പറയുന്നത്, പ്രഷർ പെർ സ്ക്വയർ ഇഞ്ച്. അതേപോലെ തന്നെ CGS സിസ്റ്റത്തിൽ ഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വരും. MKS സിസ്റ്റത്തിൽ കിലോഗ്രാം പെർ സ്ക്വയർ മീറ്റർ. അതൊക്കെയായിരിക്കും നമ്മുടെ യൂണിറ്റുകൾ ഒരു സിസ്റ്റത്തിലും വരുന്നത്. ഇതിൽ ഈ പാസ്കൽ എന്നുള്ളതും അതേപോലെ തന്നെ ബാർ എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണേ. ഇതിന് നമ്മൾ പ്രഷറിനെ പറ്റി വിശദമായിട്ട് ഇതിൻ്റെ താഴെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒന്നൊരു ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ തരാം. നമുക്ക് ടൈപ്സ് ഓഫ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 തരത്തിലുള്ള പ്രഷർ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷർ. അത് ലാസ്റ്റ് ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ പറയാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ എയറെല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ എയറെല്ലാം നമ്മുടെ ഭൂമിയിലേക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന ബേസിക്കായിട്ടുള്ള പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അതാണ് ഇതാണ്ട് ഈ ലൈൻ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും പ്രഷർ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ പ്രഷർ മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് എത്ര പ്രഷർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ അളക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എത്രയാണെന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും അളക്കുന്നത്. അങ്ങനെ ഈ ലെവലിനെ നമ്മൾ ഗേജ് പ്രഷർ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് എത്ര പ്രഷർ ഉണ്ട് എന്ന് അളക്കുന്നതിനെ നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയും. അതേപോലെ തന്നെ നമുക്ക് താഴെ അബ്സല്യൂട്ട് 0 എന്നുള്ള ഏറ്റവും 0 എന്നുള്ളൊരു പോർഷനുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇതാണ് ഗേജ് പ്രഷർ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഈ ടോട്ടൽ ലെങ്തിനെ നമുക്ക് എന്ത് പറയാം? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയും. ഇതിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റത്തിന് അബ്സല്യൂട്ട് 0 എന്നാണ് പറയുന്നത്. ഈ അബ്സല്യൂട്ട് 0 എന്ന് നമ്മൾ ഏതിനെ മെഷർ ചെയ്താലും അളന്നു കഴിഞ്ഞാലും ആ പ്രഷറിനെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയും. പക്ഷേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ള പ്രഷറിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഗേജ് പ്രഷർ എന്നായിരിക്കും പറയുന്നത്. ഇത് നമ്മൾ ഒന്നുകൂടെ നമ്മൾ വിശദമായിട്ട് ഇതിനെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. പിന്നെ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് മാനോമീറ്റേഴ്സ് ആണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മാനോമീറ്റേഴ്സ് ആണ്. മാനോമീറ്റേഴ്സിനെ നമുക്ക് സിമ്പിൾ മാനോമീറ്റർ എന്നും അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്താണ് സിമ്പിൾ മാനോമീറ്റർ എന്നും ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്നും തിരിക്കാം. സിമ്പിൾ മാനോമീറ്ററിലാണ് പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ എന്നുള്ളതൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ, അതേപോലെ ഇൻവെർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ, അതൊക്കെയാണ് വരുന്നത്. പിന്നെ മെക്കാനിക്കൽ ഗേജസ് ഉണ്ട്, മാനോമീറ്റർ ഉണ്ട്, മെക്കാനിക്കൽ ഗേജസ് ഉണ്ട്. മെക്കാനിക്കൽ ഗേജസ് എന്ന് പറഞ്ഞാൽ ഡയഫ്രം പ്രഷർ ഗേജ് ഉണ്ട്, ബേർഡൻസ് ട്യൂബ് പ്രഷർ ട്യൂബ് ഉണ്ട്, ഡെഡ് വെയ്റ്റ് പ്രഷർ ഗേജ് ഉണ്ട്, ബെല്ലോസ് പ്രഷർ ഗേജ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രഷർ മെഷർ ചെയ്യുന്നത് മാനോമീറ്റർ, അതേപോലെ മെക്കാനിക്കൽ ഗേജസ്, ഇതെല്ലാം പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ബേർഡൻ ട്യൂബൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്ഥിരം കേട്ടോ. പ്രഷറിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ദ പ്രഷർ ഇൻ എ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെപ്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിക്വിഡിലുള്ള ദ പ്രഷർ ഇൻ എ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
വെള്ളം ഒരു ബീക്കറിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ മുകളിൽ പ്രഷർ കുറവായിരിക്കും, പക്ഷേ താഴോട്ട് പോകും തോറും അതിൻ്റെ പ്രഷർ കൂടിക്കൂടി വരും. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ബീക്കറിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രഷർ ഈ ലിക്വിഡിൻ്റെ സ്റ്റേറ്റിൽ നോക്കാനത് ലിക്വിഡിൻ്റെ താഴോട്ട് പോകും തോറും അതിൻ്റെ പ്രഷർ കൂടിക്കൂടി വരും. അതേപോലെ തന്നെ ദ പ്രഷർ അറ്റ് എ പോയിൻ്റ് ഇൻക്രീസസ് വിത്ത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടി വരുന്നതനുസരിച്ചിട്ട് പ്രഷർ കൂടി വരികയാണ് ചെയ്യുന്നത്. ലിക്വിഡിന് ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ അവിടെ കൂടുതൽ പ്രഷർ ഉണ്ടാകും, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദ പ്രഷർ ഈസ് സെയിം ഇൻ ആൾ ഡയറക്ഷൻ എബൌട്ട് എ പോയിൻ്റ് ഇൻ ലിക്വിഡ് അറ്റ് റെസ്റ്റ്. ഇപ്പോൾ ഇവിടെ ലിക്വിഡ് ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. ഇവിടെ ഈ ഒരു പോയിൻ്റാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പോയിൻറ്റിനെ ഇങ്ങോട്ടായാലും ഇങ്ങോട്ട് ഏത് ഡയറക്ഷനിലേക്ക് നോക്കിയാലും ഇത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഒരേപോലെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ അപ്വേർഡ് പ്രഷർ എന്നുള്ളത് എന്ത് തന്നെയായിരിക്കും, ഡൗൺവേർഡ് പ്രഷറും ഈക്വൽ ആയിരിക്കും. അപ്വേർഡ് പ്രഷർ അറ്റ് എ പോയിൻ്റ് ഇൻ ലിക്വിഡ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് പ്രഷർ. എല്ലാ ഡയറക്ഷനിലേക്കുള്ള പ്രഷർ ഒന്ന് തന്നെയായിരിക്കും. അതേപോലെ മേളിലേക്കുള്ള പ്രഷർ തന്നെയായിരിക്കും താഴോട്ട് വരുന്നത്. ഡെൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് പ്രഷർ കൂടി വരും. അതേപോലെ തന്നെ ഡെപ്ത് കൂടുന്നതനുസരിച്ചിട്ടും പ്രഷർ കൂടി വരും. ഇതെല്ലാമാണ് പ്രഷറിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് പാസ്കൽസ് ലോ നോക്കണം. ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് പാസ്കൽ, പുള്ളിയാണ് നമ്മൾ ഈ ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. പാസ്കൽ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിൻ്റ് ഇൻ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ആൾ ഡയറക്ഷൻ. ദിസ് ഇസ് നോൺ ആസ് പാസ്കൽസ്. നമ്മൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ലിക്വിഡാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ എല്ലാ പോയിന്റിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും എന്നുള്ളതാണ് പാസ്കൽസിൻ്റെ ലോ. ഇനി അടുത്തത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നു, ഒരു ഗ്രാഫിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞില്ല അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയുണ്ടെന്ന് പറഞ്ഞില്ല. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ദ എയർ സറൗണ്ടിങ് ദ എർത്ത് എക്സേർട്സ് എ പ്രഷർ ഓൺ ദ എർത്ത് സർഫസ്. നമ്മുടെ എർത്ത് സർഫസിൽ നമ്മൾ ഈ എയർ ഒരു പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ദ പ്രഷർ പ്രിവൈലിംഗ് ഡയറക്റ്റ്ലി ഓൺ ദ എർത്ത് സർഫസ് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയർ പ്രഷർ. അങ്ങനെ ആ അറ്റ്മോസ്ഫിയർ എയർ നമ്മുടെ ഭൂമിയിലേക്ക് നേരിട്ട് കൊടുക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മുടെ മെർക്കുറി ബാരോമീറ്ററിലായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് 76 സെൻറ്റിമീറ്ററാണ്. 76 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് അവിടെ പ്രഷറായിട്ട് കിട്ടുന്നത് ബാരോമീറ്ററിൽ. അപ്പോൾ അത് മെർക്കുറി ബാരോമീറ്റർ ആയതുകൊണ്ട് അതിൻ്റെ ഡെൻസിറ്റി ആണ് ഈ 13,600 എന്നുള്ളത് ഇൻറ്റു 9.81 ഇൻറ്റു നമ്മൾ ഈ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കിയിട്ട് 0.076 എന്നാണ് കൊടുക്കുന്നത്. ഇത് 9.81 എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രഷറിൻ്റെ വാല്യൂ കിട്ടും. ഈ കിട്ടുന്ന വാല്യൂ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അഥവാ പാസ്കലിലാണ് പറയുന്നത്. പക്ഷേ ഇത് വലിയ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബാർ എന്നുള്ള വാല്യൂ. ബാർ എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു 1 പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല 10⁵ ബാറാണ്, അല്ല 5 പാസ്കലാണ് 1 ബാർ എന്നുള്ളത്. അപ്പോൾ ഇതിനെ ബാറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 10⁵ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാറ്റി 5 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പോഴത്തേക്കും 1.013 ബാർ എന്നുള്ളത് കിട്ടും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നുള്ളത് 1.013 ബാറാണ്. 1.013 ബാറാണ്. അതേപോലെ തന്നെ ഈ 1.013 പകരം നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 1 എന്നുള്ള രീതിയിൽ 1 ബാർ എന്നുള്ള രീതിയിൽ പറയാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ടു 1 ബാർ. ഈ 76 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാരോമീറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ നേരത്തും ഇവിടുത്തെ പ്രഷർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ഹൈറ്റിലാണ് കിട്ടുന്നത്. എത്ര ഹൈറ്റ് നമ്മൾ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഈ മെർക്കുറി മേളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റ് ഇല്ല. അതേപോലെ ഈ ഹൈറ്റ് കിട്ടുന്നത് 76 സെൻറ്റിമീറ്റർ എന്നാണ്. ഇത് ρgh എന്നുള്ളതാണ് എൻ്റെ ഇക്വേഷൻ വരുന്നത് കേട്ടോ. ρgh
എച്ച്. അതിൽ റോ എന്നുള്ള അതിൻ്റെ ഡെൻസിറ്റി അത് 13600 അതേപോലെ തന്നെ ജി എന്നുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 ആണ്. ഈ 76 സെൻറ്റിമീറ്റർ എന്നുള്ളത് മീറ്ററിലേക്ക് ആക്കിയിട്ട് 0.76 എന്നാക്കിയിരിക്കുന്നതാണ്. അത് ചെയ്യുമ്പോഴാണ് അത് നിങ്ങളിത് കാണാതെ പഠിച്ചാൽ മതി. നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നുള്ളത് 1.013 ബാറാണ്. ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്കാര്യമാണ് നോക്കേണ്ടത്. ഇത് മൂന്നും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അബ്സല്യൂട്ട് പ്രഷർ. The absolute pressure is defined as the pressure which is measured with reference in absolute vacuum pressure. അതേപോലെ തന്നെ ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ വിച്ച് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ടേക്കൺ ആസ് ഡേറ്റം. ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് നമ്മൾ ഏറ്റവും താഴെയായിട്ട് എടുക്കുന്നത്. അവിടുത്തെ നിന്ന് എത്ര പ്രഷർ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതേപോലെ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് ഇവിടെ എന്തായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്, 0 ആയിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് 0, 1, 2 എന്നുള്ള രീതിയിലായിരിക്കും അവിടെ മെഷർ ചെയ്യുന്നത്. അതേപോലെ വാക്വം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ ബിലോ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇത് ഒന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. നേരെ ഇപ്പോൾ ഇവിടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണെന്നുള്ള 1 ബാർ. നമ്മൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ പ്രഷർ മെഷർ ചെയ്യുകയാണ്. ഈ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ ഇതിനെ 0 എന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ അതിന് ഈ 0യിൽ നിന്ന് എത്ര എന്നുള്ള രീതിയിലായിരിക്കും മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന ഇതിനെ ഗേജ് പ്രഷർ എന്ന് നമുക്ക് പറയാം. ഇതാണ് ഗേജ് പ്രഷറാണ്. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ഒരു ഡേറ്റമായിട്ട് എടുത്തു. അവിടുന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന എല്ലാ പ്രഷറിനെയും നമുക്ക് ഗേജ് പ്രഷർ എന്ന് പറയാം. പക്ഷേ നമുക്ക് അറിയാം അറ്റ്മോസ്ഫിയർ പ്രഷർ 1 ബാർ ആണെന്നറിയാം. ഈ 1 ബാർ എന്നുള്ളത് നമ്മൾ ഇതിനൊരു അബ്സല്യൂട്ട് 0 ലൈനുണ്ട്. ഇതിനാണ് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് 0 ലൈനാണ്. ഇവിടുന്ന് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നുള്ളത് 1 ബാറാണ്. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും താഴെ എന്നുള്ളത് 0, അതിനാണ് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. ഈ അബ്സല്യൂട്ട് 0 എന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരെ 1 ബാർ പ്രഷറുണ്ട്. പക്ഷെ നമ്മൾ ഗേജിൽ മെഷർ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഡേറ്റമായിട്ട് എടുക്കുന്നത് ഈ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ അവിടെ 0 എന്നുള്ള രീതിയിൽ നമ്മൾ മേളിലേക്ക് എത്ര പ്രഷർ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. പക്ഷേ ഒരു ഗേജിൽ മെഷർ ചെയ്യുന്നത് അതിൻ്റെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ഗേജ് പ്രഷർ, ഇതിവിടെ മെഷർ ചെയ്യുന്ന ഈ ഗേജ് പ്രഷറിൻ്റെ കൂട്ടത്തിൽ ഈ 1 ബാർ കൂടെ കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടും. ഇതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അറ്റ്മോസ്ഫിയർ പ്രഷറും അതേപോലെ ഗേജ് പ്രഷറും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതിനാണ് നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ഈ ഗേജ് പ്രഷർ തന്നെ നമ്മൾ പോസിറ്റീവ് ഗേജ് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0യിൽ നിന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കൂടുതലുള്ള പ്രഷറാണ് ഈ മേളിലേക്കുള്ളത്. പക്ഷേ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറവുള്ള പ്രഷറുണ്ട്. അതിനെ നമുക്ക് താഴോട്ടാണ് മെഷർ ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെ ഇത് 0, ഇവിടുന്ന് എത്രയുണ്ടെന്നുള്ളത് താഴോട്ട്. ഇങ്ങനെ താഴോട്ട് മെഷറിങ് വരുവാണെന്നുണ്ട് എന്ന് വെച്ചാൽ 1 ബാറിനേക്കാളും എന്തായിരിക്കും അത് താന്നായിരിക്കും വരുന്നത്. ഇപ്പോൾ ഈ ഇവിടുത്തെ നമ്മൾ ഡേറ്റമായിട്ട് ഇവിടെ എടുക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറായിരിക്കും. അപ്പോൾ അവിടുന്ന് താഴോട്ട് വരുന്ന വെച്ചാൽ അതിനും കുറവായിട്ട് വരുന്ന പ്രഷറിനെ നമ്മൾ വാക്വം പ്രഷർ എന്നാണ് പറയുന്നത്. എന്താണ് വാക്വം പ്രഷർ? നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിലൊക്കെ നമുക്കറിയാൻ പറ്റും. വണ്ടിയിലൊക്കെ ഈ പെട്രോളും എയറും മിക്സൊക്കെ കയറുന്നത് എങ്ങനെയാണ്? അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്തിട്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വസ്തു പെട്ടെന്ന് മാറുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒന്ന് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയുള്ള എയർ എന്ത് ചെയ്യും? അങ്ങോട്ട് മാറിയിട്ട് അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. വാക്വം ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പുറകിൽ നിന്നുള്ള എയർ അങ്ങോട്ട് കയറി വരുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ
അങ്ങനെ ആ ഒരു പ്രഷർ കുറവ് വരുന്നത് അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. വാക്വം എന്നുള്ളത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷറായിരിക്കും. ആ കുറഞ്ഞ പ്രഷർ നമ്മൾ മെഷർ ചെയ്ത് തുടങ്ങുന്നത് ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് ആയിരിക്കും നമ്മൾ മെഷർ ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം നോക്കാനുള്ളത്, ഇക്വേഷൻ വെച്ച് പറയുകയാണെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ എന്ത് ചെയ്താൽ മതി, അറ്റ്മോസ്ഫിയർ പ്രഷറായിട്ടുള്ള ഈ 1 ബാറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയ ഗേജ് പ്രഷറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കിട്ടും. അതേപോലെ തന്നെ അബ്സല്യൂട്ട് പ്രഷർ അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇതെല്ലാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇതിൽ നിന്ന് നമ്മുടെ ഈ വാക്വം പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇത്ര ഉള്ളത് നമുക്ക് കിട്ടും. അതായിരിക്കും ഇവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 ബാർ ഇത് കൂടുതലാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് നമ്മുടെ വാക്വം പ്രഷർ. ഇത്രയും പോർഷൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇത്രയും ഉള്ള എത്രയാണെന്ന് കിട്ടും. അതാണ് അബ്സല്യൂട്ട് പ്രഷർ. അത് വാക്വം കേസിൻ്റെ കേസിൽ നമുക്ക് വാക്വം പ്രഷറിൻ്റെ കേസിൽ ആ ഇക്വേഷൻ ഉപയോഗിക്കാം. അതേപോലെ വാക്വം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് നമ്മുടെ ഈ അബ്സല്യൂട്ട് പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ, നേരെ ഈ ഇക്വേഷൻ നേരെ തിരിച്ചിട്ടിരിക്കുന്നത്, അബ്സല്യൂട്ട് പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വാക്വം പ്രഷർ കിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ നോട്ട് എല്ലാവരും എഴുതിയെടുക്കണം. നമുക്ക് ഒരു വീഡിയോ ക്ലാസ് കൂടെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സംശയങ്ങളും പറഞ്ഞുതരാം. അതേപോലെ ബാക്കിയുള്ളവർ നിങ്ങൾ ചോദിക്കുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.